വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടുവെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചു. ഇസ്രായേലരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥൻ, അഭിനാദാബ്, മെൽക്കീഷുവ എന്നിവരെ വധിച്ചു. സാവൂൾ തൻ്റെ ആയുധവാഹകനോട് തന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. അതുകൊണ്ട് സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു മരിച്ചു എന്ന് 1 സാമുവേൽ 31 അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. 1 ദിനവൃത്താന്തം 10 അധ്യായത്തിലും ഇത് വിവരിക്കുന്നു. സാവൂളിന് ശേഷം രാജാവായ ദാവീദ് കർത്താവിൻ്റെ വാഗ്ദാന പേടകം തൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ട് ദാവീദ് അത് ഹിത്യനായ ഓബദ് എദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചുവെന്നും 3 മാസം കഴിഞ്ഞ് ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചുമെന്നും മനസ്സിലാക്കി ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു എന്ന് 2 സാമുവേൽ 6 അധ്യായത്തിൽ വിവരിച്ചത് 1 ദിനവൃത്താന്തം 13, 14 അധ്യായങ്ങളിലും വിവരിക്കുന്നു. ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലമൊരുക്കി കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരുവാൻ ദാവീദ് ഇസ്രായേലരെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. 1 ദിനവൃത്താന്തം 15 അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.